ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നമുക്കൊപ്പം ചേരുന്നത് വളരെ പ്രഗത്ഭയായ, ഏറ്റവും മാതൃകാപരമായി നോക്കിക്കാണാവുന്ന ഒരു അതുല്യ പ്രതിഭ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു അതിഥിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രിയപ്പെട്ട ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മാമാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. മാം ഏറെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ ആണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. കാരണം നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും അതിനെ ഒന്നും ഉൾക്കൊള്ളാൻ പോലും, അല്ലെങ്കിൽ സോഷ്യൽ ടാബൂസ് കാരണം, റെസ്ട്രിക്ഷൻസ് കാരണം മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയാത്ത ധാരാളം സ്ത്രീകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുള്ള ഒരു സാഹചര്യത്തിൽ മാം ഒരു വലിയ മാതൃക തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ സമൂഹത്തിൽ എത്രയൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് പറഞ്ഞാലും കുറേ ജെൻഡർ ബേസ്ഡ് റൂൾസ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ മാമിനെ ഞാൻ ശരിക്കും നോക്കി കാണുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷവും ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അഭിമാനവും തോന്നുന്നത്, സമൂഹത്തിൽ സ്ത്രീകൾ ചെയ്തുകൂടാ എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ചും എടുത്ത് പറയേണ്ടത് ആ കുട്ടികളോടൊപ്പം ചുവട് വെച്ചതാണ്. കാരണം സ്ത്രീകൾ പൊതുസമൂഹത്തിൽ നൃത്തം ചെയ്യാൻ പാടുണ്ടോ, സ്ത്രീകൾ അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാൻ പാടുണ്ടോ, അങ്ങനെ ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് അവരുടെ ഓളത്തിനൊത്ത്, അവരുടെ ആ ഒരു വൈബിനൊപ്പം ചേർന്ന് സമരസപ്പെട്ടുകൊണ്ട് മാഡം വന്ന ചുവടുകൾ വെച്ചത്. നിന്നാട്ടെ നാണമെന്തേ ചൊല്ല് ചൊല്ല് നാവിറങ്ങിപ്പോയോ മാനേ മധുര കരിമ്പേ മലത്തേനെ മദന കുഴമ്പേ. ഒന്ന് വന്നാട്ടെ തെല്ല് നിന്നാട്ടെ നാണമെന്തേ ചൊല്ല് ചൊല്ല് നാവിറങ്ങിപ്പോയോ മാനേ മധുര കരിമ്പേ. എവിടുന്നാണ് ഈ എനർജി? എന്താണ് അതിൻ്റെ ഒരു സീക്രട്ട്? അല്ല, ഡാൻസ് വളരെ ഇഷ്ടമാണ്, അതൊന്ന്. രണ്ട്, ഒരു കാര്യം തിരിച്ചറിയുന്നു, ഇപ്പം ഈ നമ്മൾ സ്ത്രീകളും വിധേയത്വം ഉണ്ടാകുന്നതിൻ്റെയൊക്കെ ഒരു പരിണാമം എന്നുള്ളത് നമ്മുടെ ബോഡിയുടെ മേലിലുള്ള കൺട്രോൾ തന്നെയാണ്. അത് നമ്മുടേതല്ല. അത് ഇപ്പം സമൂഹം പറയുന്ന, ഇപ്പം എവിടെ നോക്കിയിരുന്നാലും ആദ്യം നമ്മളൊരു കൺട്രോൾ കൊണ്ടുവരാൻ നോക്കുമ്പോഴത്തേക്കും അത് സ്ത്രീയുടെ ദേഹത്തിൻ്റെ പുറത്താണ്. സ്ത്രീയുടെ ദേഹത്തിൽ, സ്ത്രീയുടെ വേഷവിധാനത്തിൽ ഇതൊക്കെ മാറ്റിക്കൊണ്ടുവരിക. നമ്മളുടെ തന്നെ ഉള്ളിലുള്ളൊരു ഡിഗ്നിറ്റി കോംപ്രമൈസ് ചെയ്യുന്ന കാര്യമില്ല. നമ്മളുടെ ഐഡൻറ്റിറ്റിയും കൂടി കോംപ്രമൈസ് ചെയ്യാൻ പാടുള്ളതല്ല. നമ്മളുടെ വ്യക്തിത്വത്തിൻ്റെ അകത്ത് ചിരി, തമാശ, സന്തോഷം, കളി, ഡാൻസ് ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കണം, അത് പുറത്തു വരണം. അത് നമ്മൾ അടക്കുകയോ ഒതുക്കുകയോ അല്ല ഇത് ചെയ്യേണ്ടുന്നത്. ഒരു സന്തോഷമുള്ള സമൂഹത്തിൻ്റെ ഇത് പ്രതിഫലനം കൂടിയാണല്ലോ ഒരു ഡാൻസ് ചെയ്യുന്ന സമൂഹം. ഈ ഒരു വനിതാ ദിനത്തിൽ പുതുതായി മാം എന്തായിരിക്കും ചെയ്യാനായിട്ട് തീരുമാനിക്കുക? ഞാനിപ്പോൾ റിട്ടയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് പല തരത്തിലുള്ള താല്പര്യങ്ങളുണ്ട്. ഒന്ന് യാത്ര ചെയ്യണം, തീർച്ചയായിട്ടും. ഫ്രഞ്ച് പഠിക്കണം, പിന്നെ ഗാർഡനിങ് പഠിക്കണം, അതോടൊപ്പം തന്നെ പിയാനോ പഠിക്കണം. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അടുക്കളയിൽ കയറൂല എന്ന് പറഞ്ഞ ഞാൻ ബേക്കിംഗ് പഠിക്കണം, കുക്കിംഗ് പഠിക്കണം എന്നുള്ളത് എൻ്റെ ഒരു പോസ്റ്റ് റിട്ടയർമെൻറ്റിലെ വനിതാ ദിനത്തിൽ ഞാൻ ചെയ്യണം. നമ്മൾ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്ന പോലെ തന്നെ വനിതാ ദിന റെസൊല്യൂഷനാണ് എൻ്റെ. ഒരു വലിയ നീണ്ട ലിസ്റ്റ് തന്നെയാണുള്ളത്. ഇതിനുള്ള സമയങ്ങളൊക്കെ കണ്ടെത്താൻ അതിൽ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ സാധിക്കൂല്ലേ? പിന്നെ തീർച്ചയായിട്ടും. സ്ത്രീകളെ പറ്റി പറയുമ്പോൾ എപ്പോഴും പറയുന്നതാണ് അവർ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ മിടുക്കരാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഈ സ്ത്രീകൾ ഒരു കാര്യം ചെയ്യുന്നു, വീട്ടിലെ കാര്യം ചെയ്യുന്നു, ഓഫീസിലെ കാര്യങ്ങൾ ചെയ്യുന്നു, ഒരു പരിധി വരെ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. നിങ്ങൾക്കത് സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ സാധാരണ മനുഷ്യർ തന്നെയാണ് നമ്മൾ എന്നുള്ളതാണ് വാസ്തവം. എന്നിരുന്നാൽ തന്നെ മാഡം ഇപ്പം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്തങ്ങളുള്ള, സമ്മർദ്ദങ്ങളുള്ള ജോലിയാണ്. അപ്പോൾ മാമിനെ എനിക്ക് തോന്നുന്നത് കാണുമ്പോൾ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ വീട്ടിൽ ചെല്ലുന്ന വീട്ടിലെ കാര്യങ്ങളും ഓഫീസിലെ കാര്യങ്ങളും ഒക്കെ തമ്മിൽ ക്ലാഷ് വരാറുണ്ടോ, അതോ അതിനെയൊക്കെ മാനേജ് ചെയ്ത് പോകാനായിട്ട് മാഡത്തിന് സാധിക്കാറുണ്ടോ? നല്ലൊരു ചോദ്യം. അപ്പോൾ അവിടെയും ഇത് വരുന്ന ഈ മൾട്ടി ടാസ്കിങ് എന്നൊക്കെ പറയുന്നത് സ്ത്രീയുടെ ഒരു പ്രത്യേക കഴിവൊന്നുമല്ല. അത് ഏതൊരു മനുഷ്യനും സാധിക്കുന്ന ഒരു കഴിവാണ്. എന്ന് പറഞ്ഞാൽ പുരുഷനും സാധിക്കും, കുഞ്ഞുങ്ങൾക്കും സാധിക്കും, സ്ത്രീകൾക്കും സാധിക്കും. പക്ഷെ സ്ത്രീകൾക്ക് കൂടുതൽ ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം എനിക്ക് പക്ഷെ ഭയങ്കര ഭാഗ്യം കേട്ടോ, ഈ വാശിയൊക്കെ പിടിച്ച് അങ്ങനെ എന്നെ അടുക്കളയിൽ കയറ്റാത്തൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ ഞാൻ കെട്ടുള്ളൂ എന്നുമൊക്കെ ശഠിച്ച ഒരാളാണ്. ഭാഗ്യത്തിന് അടുക്കളയിലായാലും പുറത്തായാലും വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് മിടുക്കനായിട്ടുള്ള ഒരു സ്പൗസിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിലും മിടുക്കനാണല്ലേ? അതിലും മിടുക്കനാണ്.
അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ നമ്മുടെ ഒരു സാധാരണഗതിയിലുള്ള ജെൻഡർ റോൾസിൽ എന്നുള്ള നിലയ്ക്കല്ല ഞങ്ങളുടെ കുടുംബത്തിലെ ഉത്തരവാദിത്വങ്ങൾ ഇങ്ങോട്ടും അങ്ങോട്ടും ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും കുട്ടികളെ വളർത്തുന്നതും അത്തരം കാര്യങ്ങളിൽ കൂടുതലും ഒരു നർച്ചറിങ് റോളിൽ പ്രത്യേകിച്ചും കുട്ടിക്കാലത്തൊക്കെ എനിക്ക് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മൾട്ടി ടാസ്കിങ് ഈ പറയുന്നത് പോലെ ചെയ്യേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. ഉറക്കമില്ലാതെയൊക്കെ പണിയെടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മാം ജോലി സമയത്ത് ഈ ഒരു സമ്മർദ്ദങ്ങളും അല്ലെങ്കിൽ തിരക്കുകളും ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ആരോഗ്യപരമായി ശ്രദ്ധ, ഈ ഡാൻസൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഡാൻസ് ചെയ്യാനും അല്ലെങ്കിൽ യോഗ എന്തെങ്കിലുമൊക്കെ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കൂടുതൽ ശ്രദ്ധ ചെലുത്താറുണ്ടോ? എഗൈൻ വീട്ടിൽ ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലും കൂടുതൽ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് വേണമാണ്. പക്ഷെ ഡാൻസിൽ ഞാൻ അമിടിക്കും. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ധാരാളം നടക്കും. അപ്പോൾ വീട്ടിൻ്റെ അകത്ത് തന്നെ ധാരാളം നടന്ന് ഈ 10,000 സ്റ്റെപ്പൊക്കെ സംഘടിപ്പിച്ചെടുക്കും. പിന്നെ കുറച്ച് സമയം എന്തെങ്കിലും പാട്ടൊക്കെ കേൾക്കുകയാണെങ്കിൽ ഡാൻസ് ചെയ്യാനൊക്കെ താല്പര്യമാണ്. അല്ലാതെയുള്ള പ്രത്യേകമായിട്ടുള്ള ഇതിൽ ട്രക്കിനൊക്കെ പോകാൻ ഇഷ്ടമാണ്. രാവിലെ ഒരു 6 മുതൽ രാത്രി 8-8:30 വരെ സർക്കാരിന് വേണ്ടി ജോലി എടുക്കുകയാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് സ്വിച്ച് ഓഫാണ്. അത് സ്വിച്ച് ഓഫ് ആക്കാനായിട്ട് നിർബന്ധമാണ്. പിന്നെ ഞാൻ കൊറിയൻ സീരിയൽ കാണും, കഥകൾ കാണും, റൊമാൻസ് പുസ്തകങ്ങൾ വായിക്കും. അപ്പോൾ അതൊക്കെ കണ്ട് ഒരു മനസ്സിന് നല്ലൊരു കുളിർമ. മനസ്സിലായി എന്താണ് എനർജിയുടെ പിന്നിലെന്ന്. കാരണം ഇതൊക്കെയാണല്ലോ കാണുന്നത്. അപ്പോൾ അതെന്തായാലും അങ്ങനെ തന്നെ തുടരണം, എന്നാലേ നമുക്ക് ഇങ്ങനെ ഒരു ചീഫ് സെക്രട്ടറിനെ കിട്ടുള്ളൂ. പിന്നെ അങ്ങനെ വിടുന്ന പ്രശ്നമില്ല. മാമിൻ്റെ തുടക്കകാലത്തിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അങ്ങനെ, അതായത് ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരുടെ റൂൾസ് പ്രത്യക്ഷത്തിൽ അവർ കാണിച്ചില്ല എങ്കിലും നമുക്ക് മനസ്സിലാവുമല്ലോ, അവർ അക്സെപ്റ്റ് ചെയ്യാനൊരു മടി ഉണ്ടാകുന്ന അത്തരത്തിൽ എന്തെങ്കിലും അനുഭവം മാമിനുണ്ടായിട്ടുണ്ടോ? അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു മടി എന്നുള്ള നിലയ്ക്കല്ല, അതൊരു പരിധിവരെ, പ്രത്യേകിച്ചും ചെറുപ്പക്കാരായിരിക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതലാണ്. കുറച്ചുകൂടി പ്രായമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അമ്മച്ചിയാവുമല്ലോ. അമ്മച്ചികളെയൊക്കെ നമ്മുടെ അമ്മ സ്ഥാനത്താണ്. അതുകൊണ്ട് മാതൃസ്ഥാനത്ത് നിൽക്കുന്നവരെയൊക്കെ കൂടുതലും പിന്നെ അക്സെപ്റ്റ് ചെയ്യും. അത് വലിയ ബുദ്ധിമുട്ടില്ല. ആദ്യം തുടക്കത്തിലാണ് വലിയ പ്രശ്നം. കാരണം ഈ പെണ്ണ് ആരാണ് എന്നോട് പറയാൻ എന്നുള്ള ഒരു ഇത് വരും. പിന്നെ അവിടെ സ്ഥാനത്ത് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ദേഷ്യവും പല രീതിയിലൊക്കെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാളും ഒക്കെ വലിയൊരു പ്രശ്നമായിട്ട് നമ്മളെ പോലെയുള്ള സർവീസിൽ ഇത് കാണുന്നത്, നമുക്ക് ഈ ചുറ്റുമുള്ള സംവിധാനത്തിൽ എന്ത് നടക്കുന്നു, എങ്ങനെ നടക്കുന്നു, ഈ നമ്മുടെ പാഠങ്ങൾ നമ്മുടെ അനുഭവത്തിൽ കൂടി മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരുടെ അനുഭവത്തിലും കൂടിയാണ് നമ്മൾ ഇതൊക്കെ ഒപ്പിയെടുക്കുന്നത്. ആ ഒപ്പിയെടുക്കാൻ കിട്ടുന്ന നമ്മുടെ ഒരു പുരുഷ കൊളീഗിന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അത് സ്ത്രീകൾക്ക് കിട്ടാറില്ല. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അഭിമാനിച്ച് ഒരു സ്ത്രീയായി ജനിച്ചു ജീവിക്കുന്നു എന്നുള്ളതിൽ ഏറ്റവും അഭിമാനം തോന്നിയൊരു നിമിഷം ഏതായിരിക്കും ജീവിതത്തിൽ? അയ്യോ, അങ്ങനെയൊക്കെ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് എൻ്റെ അഭിമാന പോസ്റ്റിംഗ്, അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തന്ന 2 പോസ്റ്റിങ്സ് ഉണ്ട്. ഒന്ന് കുടുംബശ്രീ, അപ്പോൾ പറയാതെ തന്നെ അറിയാലോ. പക്ഷേ മറ്റൊരു പോസ്റ്റിംഗ് നിഫ്റ്റായിരുന്നു, NIFT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. അപ്പോൾ അവിടുത്തെ ഡയറക്ടർ ജനറലായിട്ട് പോകുമ്പോഴത്തേക്കും അയ്യോ, ഇപ്പോൾ വികസനവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായിട്ട് നടന്ന ഒരാളെ കയറി ഫാഷനിൽ കൊണ്ടിടുന്നോ, ഇത് എന്ത് വട്ടാണ് എന്ന് വായിച്ചപ്പോൾ അത് ഞാൻ നോട്ടീസ് ചെയ്തിരുന്നു. അതിന് പിന്നില ഈ മാമിനെ കാണുമ്പോഴാണെങ്കിലും മാച്ചിങ് കമ്മൽ, മാച്ചിങ് മാല, അതിന് പിന്നിലൊരു ഒരു ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് വ്യക്തമാവും. നിഫ്റ്റ് പോയി കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ കുറേ പേരെ ഇപ്പോൾ അവിടുത്തെ പ്രവർത്തനത്തിലും ഈ 2 ഇപ്പം ജോലികളിലും ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനായിട്ട് പറ്റിയെന്നുള്ളത്. ഇപ്പോൾ കുടുംബശ്രീയിൽ നാച്ചുറലി അതിപ്പോൾ സ്ത്രീകളുടെ സംഘടനാ സംവിധാനമാണ്. അതുകൊണ്ട് സ്ത്രീപക്ഷമായിട്ടുള്ളൊരു സമീപനം കൊണ്ടുവരുന്നതിൽ ഒരു റോള്, അതിനെ സെൻറ്റർ ചെയ്യുന്നതിലേക്ക് ഒരു പങ്ക് വഹിച്ചതിൻ്റെ അഭിമാനമുണ്ട്. പക്ഷെ നിഫ്റ്റിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ തിരിച്ച് ഫാഷൻ എന്ന നിലയ്ക്ക് മാത്രമല്ല, അവിടെയും ധാരാളം സ്ത്രീകളെ കാണുന്നു. അവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരിതാണ് ക്രിയേറ്റിവിറ്റിയുടെ, ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസം ഉള്ള ഒരു ആർജവത്തിൻ്റെ, പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കൊതിപ്പിൻ്റെ ഒരു ഘട്ടത്തിലാണ്
എനിക്ക് നിഫ്റ്റിൽ കയറാനായിട്ട് പറ്റിയത്. അപ്പോൾ നിഫ്റ്റിൽ തന്നെ ഇപ്പം എഗൈൻ എല്ലാവരും ഇത് പറയുന്നത് സ്ത്രീകളല്ലേ, തമ്മിൽ തല്ലും, അടിയാണ്, ഇതാണ്. ചുമ്മാ ഒന്നുമല്ല. ഇപ്പം ഞാൻ ഇഷ്ടം പോലെ തമ്മിൽ തല്ലുന്ന പുരുഷന്മാരെയും കണ്ടിട്ടുണ്ട്. ഈ സ്ത്രീകളുടെ ഇടയിലാണെങ്കിൽ വളരെ വലിയൊരു സാഹോദര്യം വെച്ചുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് കാണുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവരുടെ ഒരു ശക്തികളെ, കഴിവുകളെ അൺലീഷ് ചെയ്യുന്നതിൽ ഒരു പങ്ക് വഹിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം, അതാണ് എൻ്റെ അഭിമാനം. നമ്മുടെ സമൂഹത്തിൽ പല സ്ത്രീകളും ഇപ്പം ഇത്തരം കാര്യങ്ങൾ സ്ത്രീകൾക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അവർക്ക് അതിനുള്ള കഴിവ് ഉണ്ടായിരിക്കാം, പക്ഷേ ഒരു സെറ്റ് ഓഫ് ആളുകൾ അല്ലെങ്കിൽ അത്രയും നാളത്തെ ട്രെയിനിങ് നമുക്ക് അത്ര വലിയ ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുക്കാനായിട്ട് സാധിക്കില്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കും. മാം ഇരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു പദവിയാണ്, ചീഫ് സെക്രട്ടറി എന്നൊരു പദവി. ആ പദവിയിലിരുന്നു കൊണ്ട് ഇത്തരത്തിൽ ഒരുപാട് മോഹങ്ങൾ എത്തിപ്പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളോട്, അല്ലെങ്കിൽ അതിനൊന്നും കഴിവില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു സമൂഹമുണ്ട് നമുക്ക് മുന്നിൽ. അവരോട് മാമിന് എന്താ പറയാനുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ തന്നെ വിശ്വസിക്കണം. നമ്മൾ ചിലതൊക്കെ ചെയ്യാനാകും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും നമ്മളുടെ കുറവുകൾ നമ്മൾ കാണുന്നത്, നമ്മുടേതായിട്ടുള്ള കുറവുകൾ, നമ്മുടെ കുറ്റം കൊണ്ടാണ് ഈ കുറവുകളാണെന്ന്, നമ്മുടെ എന്തോ കഴിവുകേടിൻ്റെ പ്രശ്നമാണ് എന്നുള്ള തരത്തിലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അത് വാസ്തവത്തിൽ അങ്ങനെയല്ല. ഇപ്പോൾ അതിനൊരു ഉദാഹരണം തന്നെ പറയാം. ഞങ്ങൾ ഈ കുടുംബശ്രീക്കകത്തിരുന്നപ്പോൾ ധാരാളം സ്ത്രീകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ സ്ത്രീകളുടെ ശാക്തീകരണമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഈ സ്ത്രീകളോട് പരിശീലന പരിപാടിയുടെ ഒക്കെ ഭാഗമായിട്ട് അവർ പറയുന്ന കാര്യം, അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അനുഭവങ്ങളില്ലല്ലോ പങ്കുവെക്കാൻ. എന്തുകൊണ്ടാണ് അനുഭവമില്ലാത്തത്? നമ്മൾ ഒരു സാമൂഹികമായിട്ടുള്ള സ്പേസിൽ സ്ത്രീകൾക്ക് കടന്നു പോകുന്നില്ല. സ്ത്രീകൾ വീട്ടിനകത്ത് പലരും ഒതുങ്ങി കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ഒരു ധൈര്യവും നമ്മുടെ വിശ്വാസവും ഒരു ആത്മവിശ്വാസം കുറഞ്ഞു വരുന്നു. പിന്നെ അനുഭവങ്ങൾ തന്നെ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ പറയുക, ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇല്ലായ്മയാണ്. അപ്പോൾ ഇല്ലായ്മയുടെ അനുഭവം ആർക്കാ ഉള്ളത്? ഞങ്ങൾക്കൊക്കെ സംസാരിക്കാനേ പറ്റുള്ളൂ. ആ ഇല്ലായ്മയുടെ അനുഭവത്തിൽ നിന്ന് ഇപ്പം ഉടലെടുത്തവരാണ് ഞങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ശാക്തീകരിക്കാനായിട്ട് ശ്രമിക്കുന്ന സ്ത്രീകൾ. അപ്പോൾ ഇല്ലായ്മയുടെ അനുഭവം എന്നുള്ളതും ഒരു അനുഭവമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അതിനെക്കുറിച്ച് 100 നാവാണ് സംസാരിക്കാനേ. ശരിയാണല്ലോ, ഞാൻ ആഹാരം വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും എൻ്റെ രുചി, എനിക്ക് താല്പര്യം എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. എൻ്റെ വീട്ടിനകത്ത് എനിക്ക് ഒരു ഇടം ഇല്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങി സ്ത്രീകൾ അവരുടെ പ്രശ്നങ്ങൾ ശരിക്കും ആർട്ടിക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവും ആർജവും കാണിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും, നമ്മുടേതായിട്ടുള്ള കുറ്റം കൊണ്ടല്ല പലപ്പോഴും നമ്മളുടെ കുറേ കുറവുകൾ നമ്മളെ ചുറ്റിപ്പറ്റി ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് തന്നെ ആ കുറവുകൾ ബാഹ്യ സാഹചര്യങ്ങൾ കൊണ്ടാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളിലെ നമ്മൾ കണ്ടുപിടിക്കാനും അത് വേർത്തിയാണ് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാനും സാധിക്കണം. നിങ്ങളെപ്പോലെയുള്ള വലിയ പൊസിഷൻസിൽ ഇരിക്കുന്ന ആളുകൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് വളരെ കൂളാക്കി വെച്ചാൽ മാത്രമേ അത് വർക്കിൽ പ്രതിഫലിക്കുകയുള്ളൂ. അതേപോലെ തന്നെയാണ് സമൂഹത്തിലുള്ള ആളുകൾക്കും അതിൻ്റെ ഗുണം ലഭിക്കുക. അപ്പം മാം പറഞ്ഞ ഈ ഒരു കാര്യം നമ്മുടെ സമൂഹത്തിലെ മറ്റ് സ്ത്രീകൾക്കും എടുക്കാവുന്ന കാര്യം തന്നെയാണ്. അപ്പം അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ് ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്തത്. നമ്മുടെ സമൂഹത്തിൽ പല സ്ത്രീകളും ഇന്നും മുന്നിലൊരു വഴിയില്ല എന്ന് കാണുമ്പം ഏറ്റവും അടുത്ത സ്റ്റെപ്പായിട്ട് ഒരു നിവൃത്തിയുമില്ല എന്ന് തോന്നുമ്പോൾ എടുക്കുന്ന ഒരു ടേക്കാണത്. പക്ഷേ എങ്കിൽ പോലും മുന്നോട്ട് വരണം എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുക. നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ സ്ത്രീകൾക്ക് ഈ അന്താരാഷ്ട്ര വനിതാ ദിനമെന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീകൾ കൂടുതൽ ശാക്തീകരിക്കപ്പെടുക, അവർ കൂടുതൽ മുന്നോട്ട് വരിക എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇത്തരത്തിൽ പ്രതിസന്ധികൾ നേരിടുന്ന സ്ത്രീകളോട് മാമിന് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്ന് പറയാനാവില്ല, എങ്കിൽ കൂടി അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതിരിക്കാൻ മാമിന് പറഞ്ഞു കൊടുക്കാൻ ഉള്ള ഒരു കാര്യം എന്തായിരിക്കും? പ്രതിസന്ധികൾ വരുമ്പോഴത്തേക്കും തളരാതിരിക്കാൻ ഒറ്റൊരു വഴിയേ ഉള്ളൂ, നമുക്ക് നല്ല ആത്മബന്ധങ്ങളുണ്ടാവണം. പലപ്പോഴും നമുക്ക് താങ്ങുന്നതിനപ്പുറത്തേക്ക് ഉള്ള അനുഭവങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു സപ്പോർട്ട് സംവിധാനമായിട്ട് പ്രവർത്തിക്കുന്ന, നമ്മളെ തിരിച്ചറിയുന്ന, നമ്മുടെ വിഷമങ്ങൾക്ക് നമുക്ക് ഒരു പരിധിവരെയെങ്കിലും സമാധാനം തരുന്ന, പിന്നെ നമുക്ക് ഉപദേശിക്കാൻ പറ്റുന്ന
നമുക്ക് സ്വീകാര്യമായിട്ടുള്ള ഉപദേശം തരാൻ പറ്റുന്ന ഒരു ഒരു സുഹൃത്ത് വലയം നമുക്കുണ്ടാവണം. ഇത് കുറേ അധികം ആളുകളുണ്ടാകണം എന്നില്ല. സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും നമ്മളിപ്പോൾ കുടുംബങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു സ്വഭാവം, ഈ നമ്മുടെ ബന്ധങ്ങളെ ആണ് നമ്മൾ അത് ഉലയാനായിട്ട് അനുവദിക്കുന്നത്. നമ്മുടെ കുടുംബത്തിലെ മറ്റുള്ളവരുടെ ബന്ധങ്ങളുടെ ഒപ്പം കൂടെ നിന്ന് സംഭവിക്കുന്നത് നമ്മുടെ സപ്പോർട്ട് സിസ്റ്റംസ്, നമ്മുടെ പേഴ്സണലായിട്ടുള്ള സപ്പോർട്ട് സംവിധാനങ്ങൾ പലപ്പോഴും ഇല്ലാതാകുന്നു. ഇങ്ങോട്ടും അങ്ങോട്ടും നമ്മൾ തന്നെയാണ്, ഇപ്പം കൂട്ടായ ശക്തിയാണ് നമ്മളെ പല പല പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരത്തിലേക്ക് കൊണ്ടുവരിക. ഇത് നമ്മൾ വിചാരിക്കാത്തതിനപ്പുറത്തുള്ള പരിഹാരങ്ങളൊക്കെ എഗൈൻ ഞാൻ കുടുംബശ്രീയുടെ അനുഭവത്തിലോട്ട് പോകും. ഇവിടെ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന ഒരു കുടുംബത്തിലെ കുട്ടികൾ വിഷമിക്കുന്നത് കണ്ടിട്ട് അവരുടെ സഹപാഠികൾ അത് തിരിച്ചറിഞ്ഞ് കുടുംബശ്രീ സംവിധാനത്തിനോട് പറഞ്ഞ് CDSകൾ ഇടപെട്ട് ഈ കുടുംബത്തിന് ആത്മഹത്യയിൽ നിന്ന് സംരക്ഷിക്കുന്നു. അവർ എന്തുകൊണ്ടാണ് ആത്മഹത്യ, ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് കൊണ്ട് ഉള്ള ആത്മഹത്യയുടെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. വേറൊരു കേസിൽ ഇപ്പം എയ്ഡ്സ് വന്ന് ഒറ്റപ്പെടുന്ന ഒരു കുഞ്ഞിനെ ധൈര്യമായിട്ട്, അതിൻ്റെ വീട്ടുകാർ തഴയുമ്പോഴത്തേക്കും കുഞ്ഞിനെ ധൈര്യമായിട്ട് എഗൈൻ ഈ സംഘടനാ സംവിധാനത്തിൽ നിന്ന് സ്ത്രീകൾ അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ നിന്ന് ഈ കുട്ടികൾക്ക് ഒരു ഭാവിയുണ്ട്, തളരാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം കൊടുക്കുന്നത്. ഫിസിക്കലും മെൻ്റൽ ഡിസബിലിറ്റി വന്ന് തളർന്നിരിക്കുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്നത്. ഇപ്പം ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ചുറ്റും വൈരാഗ്യവും വൈകല്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിനൊപ്പം തന്നെ വലിയ മനസ്സുകളും വലിയ സ്നേഹവും ഉണ്ട്. അത് നമുക്ക് കണ്ടെത്തണം, അത് നമ്മൾ അടുത്ത് പിടിക്കണം. ഈ വനിതാ ദിനത്തിൽ പ്രത്യേകിച്ചും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സ്ത്രീകളെക്കാട്ടിൽ കൂടുതൽ നമ്മുടെ സമൂഹത്തിൻ്റെ സഹജീവികളായിട്ടുള്ള പുരുഷന്മാർ മനസ്സിലാക്കിയാൽ നമ്മുടെ സമൂഹത്തിൽ പകുതി പ്രശ്നങ്ങൾ തീരുമെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം സ്ത്രീകളെ പറ്റി സ്ത്രീകൾ മാത്രം വാദോരാതെ സംസാരിച്ചതുകൊണ്ട് ഒരർത്ഥവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം ഈ ഒരു വനിതാ ദിനത്തിൽ നമ്മുടെ സ്ത്രീകൾക്കും അതേപോലെ തന്നെ പുരുഷന്മാർക്കും മാമിന് പറയാനുള്ള ഒരു കാര്യം എന്തായിരിക്കും? ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, സ്ത്രീപക്ഷം എന്നുള്ളത് മനുഷ്യപക്ഷമാണ്. നമ്മളൊരു മനുഷ്യ സ്നേഹിയാണ് എന്ന് അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ സ്ത്രീകളുടെ ഒരു ജെൻഡർ ഇക്വാളിറ്റി അല്ല, ഇക്വിറ്റി എന്നുള്ളതിലും പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളാകണം. ഇതിനെ വിട്ടുകൊണ്ടുള്ള ഒരു കളിയില്ല എന്നുള്ളത് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ആ മെസ്സേജ് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളിലും വളരെ നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കണം. അപ്പം എനിക്ക് വളരെ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടു കൂടി പറയാനായിട്ട് പറ്റും, എൻ്റെ 2 മക്കളും ഫെമിനിസ്റ്റുകളാണ്. എൻ്റെ മോള് ഫെമിനിസ്റ്റാണ്, എൻ്റെ മോന് ഫെമിനിസ്റ്റാണ്. ആൻഡ് ശക്തമായിട്ടുള്ള ഫെമിനിസ്റ്റുകളാണ്. അവരുടെ കലയിലും അവരുടെ പങ്കുവെക്കലിലും അവരുടെ ഫിലോസഫിയിലും ഒക്കെ തന്നെ ഇത് അവരുടെ എല്ലാ നിമിഷവും ഉള്ള പ്രവർത്തനങ്ങളിലും ഇത് പ്രതിഫലിക്കുന്നുണ്ട്. സ്ത്രീകൾ ആ ജോലി ചെയ്യാൻ പാടില്ല, ഈ ജോലി ചെയ്യാൻ പാടില്ല, സ്ത്രീകൾക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊടുക്കുന്ന ഒരു സമൂഹം നമ്മൾ എത്ര അല്ല എന്ന് പറഞ്ഞാലും നമുക്ക് മുന്നിലുണ്ട്. അങ്ങനെയുള്ളവരുടെ അടുത്ത് മാമിന് എന്തായിരിക്കും പറയാനുണ്ടാവുക അത്തരം സ്ത്രീകളോട് മുന്നേറി വരാൻ വേണ്ടി? നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടുന്നത്, നമ്മുടെ സമൂഹത്തിൻ്റെ 50% വ്യക്തികളെ അവർക്ക് ചെയ്യാൻ കഴിവുള്ള ജോലികളിൽ നിന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ സഫർ ചെയ്യുന്നത് അവർ മാത്രമല്ല, നമ്മുടെ സമൂഹമാണ്, നമ്മുടെ രാജ്യമാണ്, നമ്മുടെ നാടാണ്. ആൻഡ് അപ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ നാടിനെയാണ് ദ്രോഹിക്കുന്നത്. അരുത്. എല്ലാവരും അവരുടെ കഴിവിനൊത്ത് പ്രവർത്തിക്കാനായിട്ടാകണം. എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഓരോരുത്തർക്കും അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവരാലാകുന്ന കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വളർത്തിക്കൊണ്ട് വരിക തന്നെ വേണം, അത് പ്രോത്സാഹിപ്പിക്കണം. കാരണം അങ്ങനെ ഒരു സമൂഹം വലുതാകുകയുള്ളൂ, പുഷ്ടി പ്രാപിക്കുകയുള്ളൂ. നമ്മളുടെ മുന്നിലുള്ള എല്ലാ സ്ത്രീകൾക്കും മാതൃകയാക്കാവുന്ന, ഇനിയും ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ ഇനി ചെയ്തു തുടങ്ങാവുന്ന ഒരുപാട് കാര്യങ്ങളാണ് മാഡം പറഞ്ഞു തന്നത്. അതിലൊരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. പ്രിയ പ്രേക്ഷകരെ, നമ്മളുടെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മാം പറഞ്ഞു തന്ന ഒരുപാട് മികച്ച കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വനിതാ ദിനത്തിൽ നിങ്ങളും പ്രാവർത്തികമാക്കിയാൽ അത് എന്തുകൊണ്ടും ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.